തലപ്പുഴയ്ക്കടുത്ത് മക്കിമല ഓടക്കാട് വനമേഖലയിലാണ് ഇന്നലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് IED എന്നറിയപ്പെടുന്ന സ്ഫോടക വസ്തുക്കളാണ് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. വനം വകുപ്പിന്റെ തൊഴിലാളികൾ ആണ് ഈ സ്ഫോടക വസ്തു സംശയം തോന്നി പോലീസിനെ അറിയിച്ചത്. കേബിൾ വയറിന്റെ ആ മോഡലുള്ള ഒരു വയർ ഒരു അടി നീളത്തിൽ പുറത്തിങ്ങനെ കണ്ടു. പക്ഷെ ഞങ്ങൾ ആ കുഴിയും പിന്നെ മറ്റു വയറൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഇതുവരെ ഞങ്ങൾ കാണാത്തൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ ഇങ്ങനെ പിന്നെ വയർ മണ്ണിൻ്റെ അടിയിൽ കൂടെ ഒരു 30 മീറ്ററോളം ഉള്ളോട്ട് വയറിങ്ങനെ പോയിരുന്നു. പക്ഷെ എങ്കിലും ആ കുഴിയെടുത്ത സംഭവം നമ്മൾ കാണുന്നില്ല. ഈ വയറ് മാത്രം ഇവിടെ എങ്ങനെ വന്നു എന്ന് ഞങ്ങളിങ്ങനെ മൊത്തം ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വെച്ച പോലെ അതിൻ്റെ എൻഡ് അതിലേക്ക് ഇട്ട് വെച്ചിരുന്നു. അസീനൂരിലാണ് നല്ല വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്താ സംഭവം വെച്ച് ഇങ്ങനെ തോണ്ടി വെക്കുക. അത് കുതിർന്ന് അവസ്ഥയായിരുന്നു. അപ്പൊ തോണ്ടിയപ്പോ അതിങ്ങനെ ഇതായിപ്പോയി. പിന്നെ അതിൽ ആണിയായിരുന്നു ഫുള്ള് നല്ല ഇത്ര നീളമുള്ള ആണി ഇങ്ങനെ ടൈറ്റിൽ അടുക്കി വെച്ചതാണ്. പിന്നെ അതിങ്ങനെ തോണ്ടിയപ്പോ അത് ഇതായിപ്പോയി. പിന്നെ ഞങ്ങൾ എടുത്തിട്ടില്ല, കത്തി കൊണ്ട് ഇങ്ങനെ തോണ്ടി ഇതാക്കിയിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ വന്നു. തണ്ടർബോൾട്ടും പോലീസും എത്തിയാണ് സ്ഥിരീകരിച്ചത് ഇത് IED ആണെന്നും അതിൽ നിന്ന് ഏതാണ്ട് 100 മീറ്ററോളം ഒരു വയർ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതായത് 100 മീറ്റർ അപ്പുറത്ത് നിന്ന് ഈ സ്ഫോടക വസ്തു സ്ഫോടനം നടത്താവുന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സമീപത്ത് നിന്ന് തന്നെ ജലാറ്റിൻ സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് അധികം കാലപ്പഴക്കമില്ല, സമീപകാലത്ത് അവിടെ ഫിക്സ് ചെയ്തതാണ് എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ബോംബ് സ്ക്വാഡും തണ്ടർബോൾട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ വനമേഖലയിലാണ് ഉള്ളത്. ഈ പ്രദേശം സ്ഥിരമായി മാവോവാദി സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് സമീപകാലത്ത് ഈ പ്രദേശത്തും ഇതിന്റെ അതിർത്തി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ആറളം കൊട്ടിയൂർ മേഖലകളാണ്. അവിടെയും ഈ ഭാഗത്തുമൊക്കെയായാണ് സമീപകാലത്ത് മാവോവാദി സാന്നിധ്യം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചില ഏറ്റുമുട്ടലുകളൊക്കെ വനത്തിനകത്ത് ഉണ്ടാവുകയും ചെയ്തു. ഈ സമീപത്തെ കമ്പമലയിലെ എസ്റ്റേറ്റിൽ മാവോവാദികളെത്തി ഓഫീസ് അടിച്ചു തകർത്ത സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ചില പോസ്റ്ററുകളും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ രക്തത്തിന് പകരം ചോദിക്കുമെന്നൊക്കെയുള്ള പോസ്റ്ററുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു എന്തായാലും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലാണ് പോലീസ് ഈ സംഭവം കൈകാര്യം ചെയ്യുന്നത്. മറ്റ് എവിടെയെങ്കിലും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കുഴിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.